അപ്പൊ ഇതുപോലെ സ്നാക്സ് വെക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒന്നോ രണ്ടോ സ്നാക്സ് വെച്ചോളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഇഫ്താറിന്റെ സമയത്ത് ഈ പലഹാരം ഇങ്ങനെ നിരത്തി വെക്കുന്നത് ഒരു ചടങ്ങാണോ? കൊളസ്ട്രോൾ ഇല്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മാസം കൊണ്ട് കൊളസ്ട്രോൾ വരില്ലേ? ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഇതുപോലുള്ള ഓയിലി ഫുഡ് കൊടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പകരമായിട്ട് അവരുടെ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിനും നല്ല രീതിയിൽ അവർക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനും കഴിയുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സ്നേഹം പ്രകടിപ്പിക്കണം. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മുബീസ് പാരഡൈസ്. ഞാൻ മുബീന നിജാസ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ റമദാൻ മുബാറക്. നോമ്പൊക്കെ ഉഷാറായി പോകുന്നോ? അൽഹംദുലില്ലാ, ഇവിടെ നല്ല രീതിയിൽ നോമ്പ് എല്ലാവരും കൃത്യമായിട്ട് എടുത്ത് നല്ല രീതിയിൽ ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയും നന്മയുള്ള പ്രവർത്തികളും ചെയ്ത് നല്ല ചിന്തകളുമായിട്ടാണ് ഈ ഒരു മാസം നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് ഇനി ജീവിതകാലം മുഴുവനും പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരോടാണ് എനിക്ക് പറയാനുള്ളത്. നോമ്പുമായി സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ്. അതായത് ഇപ്പൊ കുറെ നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ നോമ്പ് തുറക്കുന്നത് എന്താണ്? ഈത്തപ്പഴവും അതുപോലെ വെള്ളവും കുടിച്ച് തുറന്ന ശേഷം പിന്നീട് നമ്മൾ മേശപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ഒരു 10-25 കൂട്ടം സ്നാക്സ്. എന്ത് സ്നാക്സ് ആണ്? കൂടുതലായിട്ടും നല്ല എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുള്ള, എണ്ണയിൽ കുതിർന്ന് നിൽക്കുന്ന സ്നാക്സ് ആണ് കാണപ്പെടുന്നത്. നമുക്കറിയാലോ, നോമ്പ് തുറക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് വിശപ്പൊക്കെ ഉണ്ടാവും, പിന്നെ വെള്ളം കുടിക്കുമ്പോൾ കുറച്ച് കുറയും. എന്നാലും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കണ്ടു കഴിയുമ്പോൾ ഏതൊരു മനുഷ്യനായാലും അത് കഴിച്ചു പോകും, ഇല്ലേ? അപ്പൊ അങ്ങനെ ഇതിൽ നിന്നും ഒരു 10,000 കലോറീസ് കഴിച്ചിട്ട് നമസ്കരിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞ് തറാവിക്കും പോയി കഴിഞ്ഞ് പിന്നീട് വീട്ടിൽ വന്ന് വീണ്ടും എന്താണ്? അപ്പം, പൊറോട്ട, ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി, അങ്ങനെ നിരന്ന് വെച്ചിരിക്കുകയാണ് എണ്ണയിൽ കുതിർന്ന വീണ്ടും ആഹാരം. ഈ ഭക്ഷണവും കഴിച്ച് നല്ല വയറ് നിറഞ്ഞു കഴിയുമ്പോ എന്താ സംഭവിക്കുക? ഉറക്കം വരും. ആർക്കാരും ഉറക്കം വരും, അല്ലെ? അപ്പൊ നേരെ പോയി അങ്ങോട്ട് കിടക്കും. പിന്നെ രാവിലെ സുഹൂറിന് എണ്ണീക്കില്ല. സുഹൂർ എന്ന് പറയുമ്പോൾ അത്താഴത്തിന് എണ്ണീക്കില്ല. എന്നിട്ട് വീണ്ടും എന്താണ് ഇതുപോലെ പിറ്റേ ദിവസവും കണ്ടിന്യൂ ചെയ്യും. ഈ ഒരു രീതി ഞാൻ പല വീടുകളിലും കാണുന്നുണ്ട് കേട്ടോ. എല്ലാ വീടുകളിലും അല്ല, ഒട്ടുമിക്ക വീടുകളിലും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഇഫ്താറിന്റെ സമയത്ത് ഈ പലഹാരം ഇങ്ങനെ നിരത്തി വെക്കുന്നത് ഒരു ചടങ്ങാണോ? എന്റെ സംശയമാണ് കേട്ടോ. കാരണം മിക്ക വീട്ടിലുണ്ട്. അപ്പൊ എന്റെ പൊന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 10-15 മണിക്കൂറോളം വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ നോമ്പ് നോറ്റ് പിന്നീട് കഴിക്കുന്നത് എണ്ണയിലും നെയ്യിലും പൊതിഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളാകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന് എത്രത്തോളം ദോഷം അതുണ്ടാക്കും എന്നുള്ളത്. കൊളസ്ട്രോൾ ഇല്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ മാസം കൊണ്ട് കൊളസ്ട്രോൾ വരില്ലേ? ജസ്റ്റ് തിങ്ക് ചെയ്യൂ. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല, നമ്മളും ഇതൊക്കെ കഴിക്കുകയല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിനെയും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ഞാനും ഒരു വീട്ടമ്മയാണ്. ഞാനും ഇതുപോലെ പലഹാരങ്ങൾ ഒരുപാട് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഭർത്താക്കന്മാരോടുള്ള സ്നേഹം നമ്മൾ കൂടുതലും പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താണ്, അല്ലെ? വെറൈറ്റി ഫുഡ്സ് കൊടുത്താണ് നമ്മളത് മിക്കപ്പോഴും പ്രകടിപ്പിക്കാറ്. പക്ഷേ നമ്മൾ നോമ്പിന്റെ സമയത്തായാലും അല്ലാതെയും ഒക്കെ, നോർമലായിട്ട് നോമ്പ് എടുക്കാത്തവരുടെ കാര്യത്തിൽ ഞാൻ പറയാണ്, ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് ഇതുപോലുള്ള ഓയിലി ഫുഡ് കൊടുത്ത് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പകരമായിട്ട് അവരുടെ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിനും നല്ല രീതിയിൽ അവർക്ക് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനും കഴിയുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സ്നേഹം പ്രകടിപ്പിക്കണം. ഇവിടെ ഇപ്പോ നമുക്കറിയാം, നോമ്പ് സമയത്ത് നല്ല വിശപ്പുള്ള സമയമായിരിക്കാം. അപ്പോൾ അന്നേരം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം അതെന്താണോ അതാണ് അവർ കഴിക്കുക. അപ്പൊ ഇതുപോലെ സ്നാക്സ് വെക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒന്നോ രണ്ടോ സ്നാക്സ് വെച്ചോളൂ, പ്രശ്നമില്ല. അതിന്റെ കൂടെ തന്നെ ഒരു സെക്കൻഡറി ഓപ്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൂടി വെക്കാൻ ശ്രമിക്കുക. ഹെൽത്തി ഫുഡിന്റെ റെസിപ്പീസ് ഒരുപാട് യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ റീസെന്റ് ആയിട്ട് കുറച്ച് റെസിപ്പീസ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ചൂസ് ചെയ്യാം ഏത് വേണം എന്നുള്ളത്. പിന്നെ ഒരുപാട് ഉണ്ടാക്കി നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല കേട്ടോ. ആകെ 5 പേരായിരിക്കും വീട്ടിലുണ്ടാവുക, ഉപ്പയും ഉമ്മയും മക്കളും പിന്നെ അവരുടെ മാതാപിതാക്കളും ഒക്കെ. അപ്പൊ ഇതുപോലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ പ്രായമായവർ കൂടി ഇത് കഴിക്കുകയാണ്. അവരുടെ ഹെൽത്തിനും അത് അഫക്ട് ചെയ്തേക്കാം. അപ്പൊ വാരി വലിച്ച് ഉണ്ടാക്കുന്നതിന് പകരം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കി ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുമ്പോൾ അവരുടെ ഹെൽത്തും നല്ല രീതിയിൽ പോവും, ഫുഡും വേസ്റ്റ് ആവില്ല. പിറ്റേ ദിവസത്തേക്ക് ചിലപ്പോൾ നമ്മളത് സുഹൂറിന് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? വീണ്ടും അൺഹെൽത്തി ഫുഡ് കഴിക്കുകയാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഒരു
രീതി അതിലൊരു മാറ്റം വരണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഓൾറെഡി കൊണ്ടുവന്നു കഴിഞ്ഞു. ഞാനിപ്പോ കഴിക്കുന്ന ഭക്ഷണം എന്ന് വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇക്കയ്ക്കും അത് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇതേപോലെ പച്ചക്കറി കഴിക്കണമെന്നോ അല്ലെങ്കിൽ തീരെ എണ്ണയിൽ വറുക്കാത്ത ഭക്ഷണം കഴിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 5 ദിവസം ഹെൽത്തി ഫുഡും 2 ദിവസം ഇതുപോലെ നമുക്ക് പൊറോട്ടയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ മട്ടൻ കറിയോ എന്തെല്ലാം കഴിക്കാം. അതൊക്കെ ലിമിറ്റേഷൻസ് വെച്ചാൽ മതി. പക്ഷെ രാത്രിയിലുള്ള ഭക്ഷണം ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ലിമിറ്റേഷൻസ് വെക്കണം. നൈറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, മഗ്‌രിബ് കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റില്ല. പിന്നെ കഴിക്കുന്നത് നമസ്കരിച്ച് വന്നു കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഏകദേശം 8 മണി 8:30 9 ഒക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭയങ്കര ഹെവി ആയിട്ടുള്ള നോൺ വെജ് ആവുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇത്രയും കലോറീസ് പോവാണ്. നമ്മൾ അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുമ്പോൾ ഈ കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ, ഈ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഡൈജഷൻ ആവാൻ സമയമെടുക്കും. ഉറങ്ങുമ്പോൾ നമ്മൾ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല, അപ്പൊ കലോറീസ് ബേൺ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കഴിച്ച ഭക്ഷണത്തിന്റെ ഫാറ്റ് ഒക്കെ അക്യുമുലേറ്റ് ആയിട്ട് വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്, കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട്, ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു നോമ്പിന്റെ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹെൽത്തിനെ അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരൊറ്റ മാസം കൊണ്ട് കൊളസ്ട്രോൾ ഇല്ലാത്ത ഒരാൾക്ക് കൊളസ്ട്രോൾ വന്നു പോകും ഇത്തരത്തിലുള്ള സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് മനസ്സ് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും, ഇൻക്ലൂഡിങ് കുട്ടികളും നമുക്കും നമ്മുടെ ഭർത്താക്കന്മാർക്കും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സാധിക്കും. ഇപ്പോൾ ഉള്ള ഹെൽത്ത് നിലനിർത്താനും സാധിക്കും. അത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. കഴിഞ്ഞ നോമ്പിന് ഇതേപോലെ ഞാൻ സ്നാക്സ് ഒരുപാട് ഉണ്ടാക്കി കഴിച്ച് ഞാൻ മെലിഞ്ഞിരുന്നതായിരുന്നു. ഭയങ്കരമായിട്ട് തടി വെച്ചു. പിന്നെ ഞാൻ 2 വർഷത്തോളം ഈ തടിയും വെച്ച് നടന്ന് പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് 14 കിലോ 2 മാസം കൊണ്ട് കുറച്ചത്. അപ്പൊ ആ തടി ഉണ്ടായ സമയത്ത് എനിക്ക് ഒരുപാട് ക്ഷീണം, മടി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തീരെ ആക്റ്റീവ് ആയിരുന്നില്ല. പക്ഷെ ഇപ്പൊ അൽഹംദുലില്ലാ തടി കുറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ നോമ്പ് സമയത്ത് കഴിക്കുന്ന ഭക്ഷണം, ജ്യൂസ്, മറ്റുള്ള ഹെൽത്ത് ടിപ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ പറ്റുന്നത്ര വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം എന്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു റെസിപ്പി ഉണ്ടാക്കി കാണിച്ച് ഇത് നല്ലതാണ് അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വ്യൂസ് കൂട്ടാൻ വേണ്ടി ഒന്നുമല്ല. ഞാൻ ഓൾറെഡി കഴിച്ച് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്ന റെസിപ്പീസും ഹെൽത്തി ആണെന്ന് തോന്നുന്ന റെസിപ്പീസും മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂ. ഇൻഷാ അല്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള, നല്ല ചിന്തകൾ കൊണ്ടുവരാനുള്ള ഒരു സമയമാണിത്. അതോടൊപ്പം നമ്മുടെ ശരീരം അത് ഹെൽത്തി ആക്കി മാറ്റാനും ഉള്ള ഒരു സമയമാണ്. അപ്പൊ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് നോമ്പ് തുറക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.